ജനസംഖ്യയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തും വിസ്തൃതിയിൽ 3ാം സ്ഥാനത്തുമുള്ള മലപ്പുറം വികസനത്തിൽ 14ാം സ്ഥാനത്താണ്. എങ്ങനെയാണ് നമ്മൾ 14ാം സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജില്ലയുടെ ജനസംഖ്യ ആനുപാതികം നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. മറ്റു ജില്ലകളിലൂടെ നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മുടെ ജില്ലക്കും മറ്റു ജില്ലക്കും ഒരേപോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടില് വികസനം നടക്കുന്നത്? നമ്മുടെ നാട്ടിലെ വലിയ ബിൽഡിങ്ങുകളല്ല നമ്മുടെ വികസനം എന്ന് പറയുന്നത്. ആ ബിൽഡിങ്ങുകളെല്ലാം നമ്മുടെ പൂർവികർ മലനാട്ടിൽ പോയിട്ട് വിദേശത്ത് പോയിട്ട് അവരുടെ വിയർപ്പും നിറക്കും നിറച്ചുണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയതല്ല വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്ന ഒന്നാണ് വികസനം എന്ന് പറയുന്നത്. ആ വികസനം മലപ്പുറം ജില്ലക്ക് അന്യമാണ്. 14ാം സ്ഥാനത്ത് എങ്ങനെയാണ് നമ്മൾ വന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI 15 വർഷമായി ജില്ലയ്ക്ക് വേണ്ടിയുള്ള സമരത്തിലാണ്. ആ ജില്ലയ്ക്ക് വേണ്ടിയുള്ള സമരം ഞങ്ങൾ ഈ ജില്ല എന്നാണ് ഇവിടെ രൂപീകരിക്കുന്നത് അന്ന് വരെ സമര പോരാട്ടങ്ങളുമായി ഞങ്ങൾ കാരണം മലപ്പുറം ജില്ലയുടെ വീര്യം എന്ന് പറയുന്നത് അത് സമരത്തിന്റെ വീര്യമാണ്, അത് പോരാട്ടത്തിന്റെ വീര്യമാണ്. ആ പോരാട്ടത്തിന്റെ വീര്യം നെഞ്ചിലേറ്റിയ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI. ആ SDPI നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി, മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി ആസ്ഥാനമാക്കി ഒരു ജില്ലയ്ക്ക് വേണ്ടിയുള്ള സമരത്തിന് ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അവകാശ പോരാട്ടത്തിന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ നാടിന് വേണ്ടിയാണ്, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ മലപ്പുറത്തുകാർ അനുഭവിക്കുന്ന വേദന അതെന്തെന്ന് നമുക്കറിയാം. കാരണം നമുക്ക് നമ്മുടെ അടുത്തകാലത്തുണ്ടായ മരണങ്ങൾ നമുക്കതും ഉദാഹരണങ്ങളാണ്. കാരണം മലപ്പുറം ജില്ലയുടെ ജില്ലാ ആശുപത്രി എന്ന് പറയുന്ന താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി പേര് മാറ്റി എന്നല്ലാതെ എന്ത് ആനുകൂല്യങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ നമുക്ക് ഒരു കാർഡിയോളജിസ്റ്റിന് കൃത്യമായ ഒരു സേവനം നമുക്ക് ലഭ്യമാണോ? ഇല്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നാക്കി. എന്താണ് അതുകൊണ്ട് നമുക്ക് മലപ്പുറം ജില്ലക്കാർക്ക് കിട്ടുന്ന ഉപയോഗമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് രാവിലെ പുറപ്പെടുന്ന മെഡിക്കൽ കോളേജിന്റെ ബസ്സിനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മഞ്ചേരിയുടെ മെഡിക്കൽ കോളേജിന്റെ അതിന്റെ അവസ്ഥ നമുക്ക് നമ്മുടെ നാടുകളിലെ ബസ്സുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ എന്നും ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ്. വിദ്യാഭ്യാസ മേഖലയെടുത്താൽ നമ്മുടെ മക്കൾ സ്വാശ്രയ കോളേജുകളുടെ മാനേജ്മെന്റുകളുടെ കാൽക്കൽ വീണുകൊണ്ട് ഒരു സീറ്റിനൊക്കെയാണ് അപേക്ഷിക്കുമ്പോൾ അവിടെ തിരുക്കൊച്ചി മേഖലയിൽ അവിടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആരാണിതിന് ഉത്തരവാദി? ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുവലത് മുന്നണികളല്ലേ? ഇവർക്കറിയാം, ഇവിടുത്തെ തമ്പുരാക്കന്മാർക്കറിയാം ഇവിടെ ജനസംഖ്യ ആനുപാതികം അവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ട് അവരാരും അവിടെ നിയമസഭയിൽ എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല? മലപ്പുറം ജില്ല രൂപീകരിക്കണമെന്ന് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? ഇവിടെ കപട രാഷ്ട്രീയം കളിക്കുമ്പോൾ നേരിന്റെ രാഷ്ട്രീയം പറയുകയാണ്. നേരിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഡിമാൻഡ് മാർച്ച് നടത്തുന്നത്. നമുക്കറിയാം, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമരമുഖത്ത് എല്ലാ സമരത്തും നേരിന്റെ വാതിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇടപ്പൂർ മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച ഡിമാൻഡ് മാർച്ചാണ് ഇടുക്കര ഭാരതത്തിൽ നിന്നും സമാരം നിർവഹിച്ച് ഇടുക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി സമരം നയിച്ച മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് രൂപീകരിക്കുന്നതിന്
മറിച്ച് SDPI Zindabad. Demand March Zindabad. Demand March Zindabad. മലപ്പുറത്ത് ജീവിക്കാൻ മലപ്പുറത്ത് ജീവിക്കാൻ അരക്കോടി ജനതയുടെ വികസനമെന്നൊരു സ്വപ്നത്തെ വിഭജനമെന്ന് പറയുമ്പോൾ RSSും CPM-ഉം SDPI സിന്ദാബാദ് ഡിമാൻഡ് മാർച്ച് സിന്ദാബാദ് മലപ്പുറം ഒഴികെ ജില്ലകളെ ഉപരിപഠനം നടത്തിയാൽ സീറ്റുകളൊക്കെ ധാരാളം ഒഴിഞ്ഞുകിടക്കും സീറ്റുകളേറെ നമ്മുടെ ഓമന മക്കൾക്ക് തുറന്നു പഠിക്കാൻ അവസരമില്ല ആരോഗ്യവും വ്യവസായവും മലപ്പുറത്തിന് അന്യം തന്നെ SDPI സിന്ദാബാദ് ഡിമാൻഡ് മാർച്ച് സിന്ദാബാദ് ജില്ലാ ഭരണം കയ്യാലെ വ്യവസായവും വിദ്യാഭ്യാസവും ആത്മസ്ഥാനം എല്ലാം തന്നെ ലീഗിൻ കൈകളിൽ ആയപ്പോഴും എന്ത് നേടി മലപ്പുറം ജില്ല ഇല്ല ഒന്നും തന്നെ മലപ്പുറം ജില്ല പിന്നോട്ട്